ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മെയിൻലി ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് -4,3 വിത്ത് ദ സ്ലോപ്പ് 1/2. നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിപ്പം ഒരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് ആണ് -4,3 എന്ന് പറയുന്നത്. ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് ആണ് -4,3 എന്ന് പറയുന്നത്. ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/2, ചെരിവെന്ന് പറഞ്ഞ 1/2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്കറിയാം, ഒരു കാര്യത്തിന്റെ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് എക്സിന്റെയും വൈയുടെയും ടേംസിലാണ്. സോ നമുക്ക് ഈ ഒരു ലൈനിലെ പോയിന്റ് ആയിട്ട് എക്സിനെയും വൈയെയും അസ്യൂം ചെയ്യുക. ഈ ലൈനിലെ പോയിന്റ് ആയിട്ട് എക്സിനെയും വൈയെയും അസ്യൂം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, സ്ലോപ്പിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈനിന്റെ ഇക്വേഷൻ ഒബ്റ്റെയിൻ പറ്റും. കാരണം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് എന്ന് പറയാം, സ്ലോപ്പ് അഥവാ എം ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇവിടെ നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ, എക്സും വൈയും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് -4,3. സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് ഇതിന് നമുക്ക് എന്താ പറയുക, ഇതിനെ നമുക്ക് x2 y2 എന്നും ഇതിനെ നമ്മൾ x1 y1 എന്നും അസ്യൂം ചെയ്താൽ സ്ലോപ്പ് 1/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, 1/2 ഈക്വൽ ടു y2 മൈനസ് y2ന്റെ സ്ഥാനത്ത് എന്താ വന്നേക്കുന്നത്, y മൈനസ് then y1ന്റെ സ്ഥാനത്ത് എത്രയാണ്, 3, y മൈനസ് 3 ഡിവൈഡഡ് ബൈ x2ന്റെ സ്ഥാനത്ത് x മൈനസ് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് 4 ആണ്. സോ x മൈനസ് -4 കറക്റ്റാ, കാരണം -4 ആണ്, മൈനസ് ഓഫ് മൈനസ് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു y മൈനസ് 3 ഡിവൈഡഡ് ബൈ x പ്ലസ് 4. സോ ദാറ്റ് ഈസ് y മൈനസ് 3 ഡിവൈഡഡ് ബൈ x പ്ലസ് 4 ഈക്വൽ ടു 1/2. y മൈനസ് 3 ഡിവൈഡഡ് ബൈ x പ്ലസ് 4 ഈക്വൽ ടു 1/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, 2 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു x പ്ലസ് 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2y മൈനസ് 6 ഈക്വൽ ടു x പ്ലസ് 4. എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ x പ്ലസ് 4 മൈനസ് 2y പ്ലസ് 6 ഈക്വൽ ടു 0. കാരണം പ്ലസ് 2y അപ്പുറത്തിലോ മൈനസ് 2y പ്ലസ് 6 അപ്പുറത്തിലോ മൈനസ് 6 ആവും. സോ ഇറ്റ് വിൽ ബിക്കം x മൈനസ് 2y പ്ലസ് 10 ഈക്വൽ ടു 0. x മൈനസ് 2y പ്ലസ് 10 ഈക്വൽ ടു 0. ഇത് വേണമെങ്കിൽ വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ ഓർത്തിരിക്കാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്: y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അതായത് ഇതിനകത്ത് എന്താ ചെയ്യണത്, x1ഉം y1ഉം ആയിട്ട് തന്നിരിക്കുന്ന പോയിന്റിനെ അസ്യൂം ചെയ്യുക. എമ്മിനെ സ്ലോപ്പ്, m എന്ന് പറഞ്ഞ സ്ലോപ്പ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് ഏതൊക്കെയാ, -4ഉം 3ഉം. -4ഉം 3ഉം എന്തായിട്ട് വരും, x1ഉം y1ഉം ആയിട്ട് വരും. സോ എന്ത് കിട്ടും, y മൈനസ് 3 ഈക്വൽ ടു സ്ലോപ്പ് എന്താ 1/2 ഇൻറ്റു എക്സ് മൈനസ് -4 എന്ന് കിട്ടും. കറക്റ്റാ, ദാറ്റ് ഈസ് y മൈനസ് 3 ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്ന് കിട്ടും. നമുക്ക് ഡിനോമിനേറ്റർ 2 അപ്പുറത്ത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ, 2y മൈനസ് 6 ഈക്വൽ ടു എക്സ് പ്ലസ് 4. എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് 4 മൈനസ് 2y പ്ലസ് 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2y പ്ലസ് 10 ഈക്വൽ ടു 0. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ക്ലിയർ? ഇങ്ങനെ ഏത് രീതിയിൽ വേണം ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് മെത്തേഡാണ് എളുപ്പം. അടുത്ത ചോദ്യം: റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 1,-1 ആൻഡ് 3,5. അതായത് ഒരു ലൈൻ കടന്നു പോകുന്നുണ്ട് 1,-1ലൂടെയും അതുപോലെ എന്തിലൂടെയുണ്ട് 2,5ലൂടെയും. ഒന്നുകൂടെ പോയിന്റ് ക്രോസ് ചെക്ക് ചെയ്യാം. 1,-1 3,5, 2,5 അല്ല 3,5ലൂടെയും കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കണം, ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം, ഒരു ഇക്വേഷൻ എഴുതണമെങ്കിൽ ലൈനിന്റെ സ്ലോപ്പ് ആവശ്യം. ആവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ ഫസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. m ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ x1 y1 ആയിട്ടും, സോ ഇതിനെ x1 y1 ആയിട്ട് എടുത്തു, ഇതിനെ x2 y2 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, y2 മൈനസ് y1. y2ന്റെ സ്ഥാനത്ത് ഇത് വന്നു 5 വന്നു. 5 മൈനസ് y1ന്റെ സ്ഥാനത്ത് എന്താണ് 1. 5 മൈനസ് -1 ഡിവൈഡ് ബൈ x2ന്റെ സ്ഥാനത്ത് എന്ത് വന്നു, 3 വന്നു. x1ന്റെ സ്ഥാനത്ത് 1 വന്നു. കറക്റ്റാ? ഓക്കെ, y2ന്റെ സ്ഥാനത്ത് 5 മൈനസ് -1
divided by 3 minus 1 that is equal to 5 plus 1 6 divided by 2 that is equal to 3. നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ എഴുതണമെങ്കിൽ ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് എടുക്കുക എക്സ് കോമ വൈ, ആർബിട്രറി പോയിന്റ് എടുക്കുക എക്സ് കോമ വൈ, പിന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ആദ്യത്തിൽ അത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എടുക്കാം, ദറ്റ് ഈസ് 3,5. ക്ലിയറാ? എന്നിട്ട് സ്ലോപ്പിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട്, കാരണം ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം സ്ലോപ്പ് എപ്പോഴും കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്ലോപ്പ് എത്രയാണ്? 3 ഈസ് ഈക്വൽ ടു y2 ആയിട്ട് നമ്മൾ എന്തെടുത്തു? 3 x2 y2 ആയിട്ട് 3a5 എടുത്തു. y2 എന്ത് വരും? ഇത് x2 y2 ഇത് x1 ഉം y1 ആണെങ്കിൽ y2 മൈനസ് y1 എന്ന് പറയും. എന്ത് കിട്ടും? 5 മൈനസ് y ഡിവൈഡ് ബൈ 3 മൈനസ് എക്സ് എന്ന് കിട്ടും. ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3 മൈനസ് എക്സ് ഇൻറ്റു 3 ഈക്വൽ ടു 5 മൈനസ് y. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 9 മൈനസ് 3x ഈക്വൽ ടു 5 മൈനസ് y. എല്ലാത്തിനും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 5 മൈനസ് y 9 അപ്പുറത്ത് വരുമ്പോൾ മൈനസ് 9 ആവും, പ്ലസ് 3x ഈക്വൽ ടു 0. ഇവിടെ 5 ഉണ്ട്, മൈനസ് 2. 5 മൈനസ് 9 ഈക്വൽ ടു മൈനസ് 4. ബാക്കി എന്തുണ്ട്? 3x മൈനസ് y, 3x മൈനസ് y മൈനസ് 4 ഈക്വൽ ടു 0. ഇപ്പൊ എന്ത് കിട്ടി? നമുക്ക് ആ ലൈനിന്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഒബ്റ്റൈൻ ഇൻ 1 and 2. ആദ്യത്തെ 1-ലും 2-ലും പറയുന്ന രണ്ട് ലൈനിന്റെയും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാം. ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാം. എപ്പോഴും ഓർക്കുക, ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ tan തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് m1 മൈനസ് m2. m1 m2 എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പുകൾ m1 മൈനസ് m2 ഡിവൈഡ് ബൈ 1 പ്ലസ് m1 m2. m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. 1 പ്ലസ് m1 m2. ഇപ്പൊ എന്ത് കിട്ടും? സോ ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് m1 എന്ന് പറയുന്നത്, ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് m1 എന്ന് പറയുന്നത് 1/2. രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ് എന്ന് പറയുന്നത് 2. കറക്റ്റാ? നോക്കി, ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട് 1/2, രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു 3. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m2 എന്ന് പറയുന്നത് 2 മൈനസ് 1/2 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 ഇൻറ്റു 1/2. 2 മൈനസ് 1/2 ഡിവൈഡ് ബൈ 1 പ്ലസ് 1/2 ഇൻറ്റു 1/2 അല്ല, രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ്? 3 ആണ്. പ്ലീസ് ബി കറക്റ്റ്. രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് 3 ആണ്. സോ ഇത് 3 വരണം. 3 ഇൻറ്റു 1. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 3 മൈനസ് 1/2. 3 മൈനസ് 1/2 എന്ത് കിട്ടും? 3 മൈനസ് 1/2. 3 മൈനസ് 1/2 ക്രോസ് ചെയ്യുമ്പോൾ 3 6 മൈനസ് 1 ഡിവൈഡ് ബൈ 2 ദറ്റ് ഈസ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 5/2 ഡിവൈഡഡ് ബൈ 5/2 ഡിവൈഡ് ബൈ 1 പ്ലസ് 3/2. എന്താണ് 1 പ്ലസ് 3/2? 1 പ്ലസ് 3/2 ഈക്വൽ ടു ക്രോസ് ചെയ്താൽ 2 പ്ലസ് 3 ഡിവൈഡ് ബൈ 2 ദറ്റ് ഈസ് ഈക്വൽ ടു 5/2. ഇപ്പൊ എന്ത് കിട്ടി? 5/2 ഡിവൈഡഡ് ബൈ 5/2 എന്ന് കിട്ടി. 5/2 ഡിവൈഡ് ബൈ 5/2 ഈക്വൽ ടു 1. അതായത് ടാൻ തീറ്റ ഈക്വൽ ടു 1. ടാനിന്റെ ആംഗിൾ എപ്പോഴാണ് 1 ആവുന്നത്? ആംഗിൾ 45-ല്. അതായത് തീറ്റ വിൽ ബി ഈക്വൽ ടു 45 ഡിഗ്രി. സോ ആ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.